നമസ്കാരം. PR വർക്കുകളിലെ ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. PR വർക്ക് എന്ന് പറയുമ്പം ഈ ഇലക്ഷന് മുമ്പ് PR വർക്കിൻ്റെ അപ്രമാദിത്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹം കണ്ടതാണ്. അതായത് നിലവിലുണ്ടായിരുന്ന പിണറായിസ്റ്റ് ഭരണകൂടത്തിന് വേണ്ടിയിട്ട് കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നും ഏകദേശം 220 കോടിയോളം രൂപയുടെ PR വർക്കുകളാണ് മൊത്തത്തിൽ നടത്തിയിരുന്നത്. അതായത് കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ, പത്രപരസ്യങ്ങൾ, മുഖ്യധാര മാധ്യമ പരസ്യങ്ങൾ, PR വർക്കുകൾ, മറ്റ് ഓൺലൈൻ വർക്കുകൾ, ഇത്രയെല്ലാം വർക്കുകൾ നടത്തിയിട്ട് പോലും കൂടെ അതിദയനീയമായിട്ട് പിണറായിസ്റ്റുകളെ പൊതുസമൂഹം ഒരു മൂലയ്ക്ക് കൊണ്ടേയിരുത്തി. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് 3 പേര് കിടന്നുകൊണ്ട് കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. അതിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു PR വർക്കിനെ പറ്റിയാണ്. അതായത് പിണറായിസ്റ്റ് ഭരണകൂടത്തിൻ്റെ PR വർക്ക് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആണ് ഇപ്പോൾ VD സതീശന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു PR വർക്കിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഈ PR വർക്കുകാരെയൊക്കെ മൂലക്കിരുത്തുന്ന ഒരു സ്വഭാവമാണ് പൊതുസമൂഹത്തിന് ഉള്ളത് എന്നൊന്ന് നമ്മളിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം PR വർക്ക് കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു എങ്കിൽ പിണറായി വിജയന് 3ാം സർക്കാർ അല്ലെങ്കിൽ 3ാം തവണയും ഭയങ്കരമായൊരു വിജയത്തിലേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ PR വർക്ക് ഇത്രയും വളരെ കാര്യക്ഷമതയോടുകൂടി നടത്തിയിട്ട് പോലും കൂടെ പിണറായി വിജയൻ ഒന്നുമല്ലാതായി പോയി എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശനാണ്. കാരണം മുഖ്യമന്ത്രി ആര് എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും പല പേരുകൾ വരും. അതിൽ നിന്ന് ഏറ്റവും യോഗ്യതയുണ്ട് എന്ന് AICCക്ക് തോന്നുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക, അത് സ്വാഭാവികമാണ്. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ധാർമ്മികമായിട്ടുള്ള ഒരു നിലപാടും അതുപോലെ തന്നെ ആവശ്യവും ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്നത് പിണറായി വിജയൻ ഏതെല്ലാം രീതിയിലാണ് PR വർക്കിലൂടെ ആ ഒരു തൻ്റെ അപ്രമാദിത്വം മുന്നോട്ട് നിർത്താനായിട്ട് പരിശ്രമിച്ചത്, അതേ ഒരു നിലപാടാണ് ഇപ്പോൾ VD സതീശൻ കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യം. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, എവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരെ, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു വെക്കുന്ന KC വേണുഗോപാലിനെ ആണെങ്കിലും രമേശ് ചെന്നിത്തലനെ ആണെങ്കിലും അതിനിശീതമായി വിമർശിച്ചുകൊണ്ട് നടത്തുന്ന കുറേ PR വർക്കുകൾ, അതൊക്കെ എത്രമാത്രം അപജയമാണ് ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ രീതിയിൽ ഈ ഒരൊറ്റ മുന്നണിയിൽ അല്ലെങ്കിൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ തന്നെ ഇങ്ങനെ വിഘടിച്ച് ഭയങ്കര ശത്രുക്കളെ പോലെ, ആജന്മ ശത്രുക്കളെ പോലെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയും CPM-ഉം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും BJP-യും ഏത് രീതിയിലാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാഷ്ട്രീയ ശത്രുത വെച്ച് പുലർത്തുന്ന അതേ ഒരു അവസ്ഥയിലേക്ക് തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ള ഈ VD സതീശൻ്റെ പക്ഷക്കാരും രമേശ് ചെന്നിത്തലയുടെ പക്ഷക്കാരും KC വേണുഗോപാലിൻ്റെ പക്ഷക്കാരും ശത്രുതാ മനോഭാവം വളർത്തിക്കൊണ്ടുവരാനാണ് ഈ ഇത്തരം പ്രവർത്തികൾ ഉപകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും കൂടെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ, അതായത് KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സിൽ മറ്റുള്ളവർ കൊണ്ടുവന്ന് കരികോയിൽ ഒഴിക്കുന്നു. അപ്പോൾ ഓരോ നേതാക്കന്മാർക്കും വേണ്ടിയിട്ട് ആ നേതാവിനോട് താല്പര്യമുള്ള അണികൾ സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടും, തങ്ങൾക്ക് താല്പര്യമുള്ള നേതാവ് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുക എന്നുള്ളത് ഒരു പരിധിവരെ സ്വാഭാവികമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാവ് തിരഞ്ഞെടുക്കുന്നതിന് ആരെങ്കിലും തടസ്സമാകുന്നുണ്ടെങ്കിൽ അവരെ കരിതേച്ച് കാണിക്കുക, അല്ലെങ്കിൽ അവരെ അപഹസിക്കുക, അവരുടെ പോസ്റ്ററുകൾ കത്തിച്ച് കളയുക, ഇത്തരം നിലപാടുകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും അപകടകരമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് അതിനേക്കാളും അപകടമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം അറിയാം. നമുക്കറിയാം, മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ച് വന്ന മാത്യു കുഴൽനാടൻ്റെ ഒരു പ്രസ്താവന, അദ്ദേഹം പറഞ്ഞതിനകത്ത് 1% പോലും ഒരു തെറ്റുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് മാത്രമാണ്, UDFൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിലൊരു നേതാവിനെ തീരുമാനിക്കുമ്പോൾ മറ്റ് കക്ഷികൾ അഭിപ്രായം സ്വാഭാവികമായിട്ട് പറയേണ്ടിടത്ത് പറയുക, പരസ്യമായിട്ട് അഭിപ്രായം പറയുമ്പോൾ അത് പല രീതിയിലുള്ള വിഘടനത്തിന് വഴിതെളിക്കും എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ നിന്നുണ്ടായത്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ കത്തിച്ച് കളയുന്ന ഒരു രീതി വരെയും ഇവിടെ അരങ്ങേറുകയുണ്ടായി. യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ആണ് എന്നൊക്കെയാണ് അവിടെ പറയപ്പെടുന്നതെങ്കിൽ പോലും ഇവിടെ താടിയും പൊടിയും നിറച്ചവരൊക്കെ യൂത്ത് ലീഗുകാരായിട്ട് അവിടെ കത്തിക്കാനായിട്ടുണ്ടായിരുന്നു.
പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റിയിരിക്കുന്നത്? മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇവിടെ പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൂടി ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിനകത്ത് 1% പോലും തെറ്റില്ല എന്ന് ഇരിക്കെ ഇനി ഉണ്ടെങ്കിൽ തന്നെയും ഏതെങ്കിലും രീതിയിൽ അതൊരു പരാമർശം ഒരു അനവസരത്തിലായി പോയി എന്ന് തോന്നുവാണെങ്കിൽ തന്നെ അതിന് മാന്യമായ രീതിയിലുള്ള ഒരു പ്രതികരണമല്ല വേണ്ടി. പോസ്റ്ററൊക്കെ കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഏറ്റവും നികൃഷ്ടമായൊരു പ്രവൃത്തിയിലേക്കല്ലേ കടന്നു ചെല്ലുന്നത്. കാരണം ഒരു മുന്നണിയിലാണെന്നുള്ളതെങ്കിലും ധരിക്കേണ്ടതല്ലേ. അങ്ങനെയാണ് എങ്കിൽ ഇപ്പം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പോസ്റ്ററുകൾ ഇതുപോലെ തന്നെ മാത്യു കുഴൽനാടനോട് അനുഭാവമുള്ള അണികൾ കത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അവസാനം പോസ്റ്റർ കത്തിക്കലിൻ്റെ ഒരു മത്സരമായിട്ട് കേരളം മാറില്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നികൃഷ്ടമായൊരു കാര്യമാണ്. ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇതിനൊക്കെ എതിരെ വി ഡി സതീശനൊന്നും പ്രതികരിക്കുന്നില്ല? സ്വാഭാവികമായിട്ടും ഈ ഇവിടുത്തെ നിലവിലുള്ള പ്രതിപക്ഷ നേതാവാണ്. അതിനേക്കാളെല്ലാം ഉപരി ഇപ്പോൾ നിലവിൽ ജയിച്ചു വന്നിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണു നട്ട് ഏറ്റവും കൂടുതൽ അവകാശവാദം ഉന്നയിക്കുന്ന, ഏറ്റവും കൂടുതൽ PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തരം പ്രവർത്തികൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുറവിളി കൂട്ടിക്കോ, പക്ഷേ മറ്റ് നേതാക്കന്മാരെ നിങ്ങൾ കരിയോയിൽ ഒഴിച്ചും കരി തേച്ചും കാണിക്കരുത്. അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരുടെ പോസ്റ്ററുകൾ ഇങ്ങനെ വലിച്ചു കയറി കത്തിക്കരുത്. അങ്ങനെ കത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ നേതാക്കന്മാരുടെ അനുഭവമുള്ള അണികൾ എൻ്റെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ എനിക്കെതിരെ അവർ തിരിയുന്നു. അത് ഈ സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജയിച്ചു വന്ന മുന്നണിയുടെ ഒരു മുന്നണി നേതാവ് എന്നുള്ള നിലയിൽ എങ്കിലും വി ഡി സതീശൻ ഒന്ന് പ്രതികരിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് വി ഡി സതീശൻ അതേപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല? നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഇവിടെ എടുത്ത് കാണേണ്ടതുണ്ട്. അതായത് ഈ കഴിഞ്ഞു പോയ സർക്കാർ, പിണറായിസ്റ്റ് സർക്കാരിന് ഇപ്പോൾ ജയിച്ചു വന്ന ഈ മുന്നണിയിലെ കോൺഗ്രസ് മുന്നണിയിലെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി ഡി സതീശനോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയോ ഒന്നും അല്ല. യഥാർത്ഥത്തിൽ പിണറായിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ശത്രു അല്ലെ കണ്ണിലെ കരട് എന്ന് പറയുന്നത് മാത്യു കുഴൽനാടനാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിണറായിസ്റ്റ് ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയ കൊള്ളയുടെ അടിവേര് മാന്തി അത് പുറം ലോകത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടൻ്റെ ആ ഒരു പ്രവൃത്തിയെ ഏത് വിധേനയും ഒതുക്കി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഹിജൻ അജണ്ട പ്രകാരം ചില രഹസ്യമായ കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നു എന്നുള്ളതും നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ അറിയപ്പെടുന്ന പിണറായിസ്റ്റുകളുടെ ഏറ്റവും വലിയ കൊട്ടേഷൻ സംഘമായിട്ട് പ്രവർത്തിക്കുന്ന അർജുൻ ആയങ്കേരിയെ കോതമംഗലത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഈ അർജുൻ ആയങ്കേരിയോടൊപ്പം കേരളത്തിലെ കൊട്ടേഷൻ സംഘത്തിൻ്റെ തലവന്മാരായിട്ടുള്ള 6 പേരുണ്ടായിരുന്നു. ഈ 6 പേരെയും പോലീസിന് കിട്ടിയ ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടെണ്ണുന്നതിൻ്റെ തലേ ദിവസം കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കരുതൽ തടങ്കലിൽ വെച്ചു എന്നാണ് വാർത്ത വന്നത്. പിന്നീട് അതിനെപ്പറ്റി ചില രഹസ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് മാത്യു കുഴൽനാടൻ്റെ മാത്യു കുഴൽനാടൻ വിജയിക്കും എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ കിട്ടിയിരുന്നു. നമുക്കറിയാം മാത്യു കുഴൽനാടൻ വമ്പൻ വിജയമാണ് ജയിച്ചിരിക്കുന്നത്. ഏകദേശം 50,000-ന് മുകളിൽ, 1,00,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മാത്യു കുഴൽനാടൻ ജയിച്ചു വന്നത്. അപ്പോൾ അവർ പ്ലാൻ ചെയ്തിരുന്നത് മാത്യു കുഴൽനാടൻ്റെ വിജയത്തെ അട്ടിമറിക്കുക എന്നുള്ളൊരു ഹിജൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടാ തലവന്മാരായിട്ടുള്ള ഈ 6 പേര് കോതമംഗലത്ത് വന്ന് സ്റ്റേ ചെയ്തിരുന്നത്. അത് പോലീസിന് അതിൻ്റെ രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും അതുകൊണ്ട് തന്നെ അവരുടെ ആ പദ്ധതി പൊളിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാത്യു കുഴൽനാടനെതിരെ എപ്പോഴും ഇത്തരം ഒരു ആക്രമണ രീതി ഇനിയാണെങ്കിലും ഉണ്ടാവാൻ പല സാധ്യതകളും ഉണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയായിരിക്കാം സ്വാഭാവികമായിട്ടും മാത്യു കുഴൽനാടൻ്റെ ആ പോസ്റ്റർ മാത്രം കീറിക്കളഞ്ഞുകൊണ്ടും അത് കത്തിച്ചുകൊണ്ടും മാത്യു കുഴൽനാടനെതിരെ മാത്രം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ശത്രുതാ മനോഭാവത്തോടെ മുന്നണിയിൽ നിന്നുകൊണ്ട് പോലും കൂടെ ഒരു പ്രചരണം നടത്താനായിട്ടുള്ള ഒരു പ്രചോദനം ഏതോ കറുത്ത കരങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും കൂടെ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിലെ സമൂഹത്തിന് വേണ്ടിയിട്ട്, കേരളീയർക്ക് വേണ്ടിയിട്ട്, പൊതുവെ മലയാളികൾക്ക് വേണ്ടിയിട്ട് അനീതിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന
ഒരു വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ അഴിമതിയോട് കൂട്ടുനിൽക്കാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കാനോ അദ്ദേഹത്തിനൊന്നും താല്പര്യമില്ല. ഇപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഇന്നിപ്പം നിലവിലുള്ള KC വേണുഗോപാലാണെങ്കിലും VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ഇപ്പോൾ യോഗ്യതയുള്ള ഒരു വ്യക്തിത്വത്തിനും ഉടമ കൂടിയാണ് മാത്യു കുഴൽനാടൻ. അപ്പോൾ ആ ഒരു സാഹചര്യം ഇവിടെ കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട്. കാരണം പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് കറയില്ലാത്ത പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ആരാണോ അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ നയിക്കേണ്ടത്. നീതിബോധമുള്ള പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് നീതിബോധമുള്ള നേതാവ് തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. അപ്പം അത്തരം ഒരു കാര്യത്തിനകത്താണ് ഇനിയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവിടെ VD സതീശൻ്റെ ഈ ഒരു PR വർക്ക് കാണുമ്പോൾ നമ്മൾ കാണേണ്ടത് പിണറായി വിജയൻ്റെ PR വർക്കിനോട് ഉപമിക്കുകയാണ് ഇതിനകത്ത് പൊതുവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ PR വർക്കുകളൊന്നും ഇപ്പോൾ ഉള്ള സാമാന്യ ബോധമുള്ള ജനങ്ങളുടെ മുന്നിൽ വിലപ്പോകില്ല. അങ്ങനെ ഓരോരുത്തരുടെയും മേൽക്കോയ്മ പുകഴ്ത്തി പാടാനാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ കൂടി ചകഞ്ഞെടുത്ത് അതും പൊതുസമൂഹത്തിലേക്ക് വിളമ്പാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ സമയം ഉണ്ടാകൂ എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.